ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തീയ സഹോദരിയുടെ എല്ലാ സഹോദരിമാർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നയമാന്റെ വീട്ടിലെ പെൺകുട്ടി എന്ന കഥാപാത്രത്തെ ആസ്പദമാക്കി ഈ 13-ാം ദിവസവും ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുവാൻ സഹായിക്കുന്ന കർത്താവിന് നന്ദി പറയുന്നു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം 2-3 വാക്യങ്ങൾ ഒന്നുകൂടി വായിക്കാം. അരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്തു നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടു പോയിരുന്നു. അവൾ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. അവൾ തൻ്റെ യജമാനത്തിയോട്, യജമാനൻ ശമരിയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവൻ്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. രോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന 3-ാം വാക്യത്തിലെ പ്രയോഗത്തിൽ നിന്നും രോഗം മാറുമെന്ന് ഈ പെൺകുട്ടി വിശ്വസിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവൾ അതിൽ ഉറച്ചു വിശ്വസിച്ചിരുന്നു. എലീശ പ്രവാചകന്റെ അടുക്കൽ ചെന്നാൽ നയമാന് സൗഖ്യം വരുമെന്ന് ഈ പെൺകുട്ടി പറഞ്ഞ കാര്യം നയമാൻ രാജാവിനോട് പറഞ്ഞു. അരാം രാജാവായ ബെൻഹദദ് ഉടൻ തന്നെ ഒരു കത്തും സമ്മാനങ്ങളുമായി നയമാനെ ഇസ്രായേൽ രാജാവായ യഹോരാമിന്റെ അടുക്കലേക്ക് അയച്ചു. എഴുത്തു വായിച്ചപ്പോൾ യഹോരാമിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം 7-ാം വാക്യം. ഇസ്രായേൽ രാജാവ് എഴുത്തു വായിച്ചപ്പോൾ വസ്ത്രം കീറി, അവൻ ഇതാ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കേണ്ടതിന് ഒരാളെ എൻ്റെ അടുക്കൽ അയച്ചിരിക്കുന്നു. മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുവാൻ ഞാൻ ദൈവമോ? നോക്കുവിൻ, അവൻ ഇതിനാൽ എന്നോട് ഷണ്ടയ്ക്ക് കാരണം അന്വേഷിക്കുകയല്ലയോ എന്ന് പറഞ്ഞു. ദൈവത്തിൽ യാതൊരു വിശ്വാസമില്ലാത്തവനെ പോലെയായിരുന്നു യഹോരാമിന്റെ പ്രതികരണം. നയമാന് സൗഖ്യം നൽകുവാൻ മനുഷ്യന് കഴിയില്ലെന്നും അത് ദൈവത്തിന് മാത്രം കഴിയുന്ന കാര്യമാണെന്നും യഹോരാം അറിഞ്ഞിരുന്നു. പക്ഷേ ദൈവം സൗഖ്യമാക്കുമെന്ന് അവൻ വിശ്വസിച്ചിരുന്നില്ല. ദൈവത്തിൽ ആശ്രയമുള്ളവർക്ക് മാത്രമാണ് ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നത്. വിശ്വസിക്കാനുള്ള കഴിവ് മനുഷ്യന് ദൈവം നൽകിയതാണ്. ഈ കഴിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് എല്ലാ മനുഷ്യരും ഓരോ ദിവസവും ജീവിക്കുന്നത്. ദൈവമുണ്ടെന്ന് വിശ്വസിക്കാത്തവർ പോലും ഈ കഴിവ് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അവർക്കത് വിശ്വാസമല്ല, നല്ലതേ ഭവിക്കൂ എന്ന ശുഭാപ്തി വിശ്വാസമാണ്. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. ഈ വിശ്വാസം പോസിറ്റീവായി ചിന്തിക്കാനുള്ള മനുഷ്യന്റെ കഴിവിനേക്കാൾ ഉപരി ദൈവം പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസമാണ്. ഒരു ഇസ്രായേലിനായതുകൊണ്ട് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നത് മനസ്സിലാക്കുവാൻ ധാരാളം അവസരങ്ങൾ യഹോരാമിനുണ്ടായിരുന്നു. തനിക്ക് അറിയാമായിരുന്നുവെങ്കിലും താൻ അത് വിശ്വസിച്ചിരുന്നില്ല. ദൈവത്തെക്കുറിച്ചുള്ള അറിവുകൊണ്ട് മാത്രം പ്രയോജനമില്ല, അത് വിശ്വാസമായി പരിണമിക്കണം. ഈ പെൺകുട്ടിയെപ്പോലെ ദൈവത്തിൽ വിശ്വസിക്കുവാൻ യഹോരാമിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ വസ്ത്രം കീറി നിരാശയുടെ വാക്കുകൾ പറയുകയില്ലായിരുന്നു. മറിച്ച് താൻ ദൈവത്തിന്റെ പ്രവാചകനായ എലീശയുടെ അടുക്കലേക്ക് നയമാനെ അയക്കുമായിരുന്നു. എലീശയിലൂടെയും ഗുരുവായ ഏലിയാവിലൂടെയുമൊക്കെ അക്കാലത്ത് ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും യഹോരാമിന് അറിവുണ്ടായിരുന്നു. എന്നാൽ ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുവാൻ തനിക്ക് കഴിഞ്ഞില്ല. ഇസ്രായേലിൽ ഭരിച്ചിരുന്ന രാജാവിന് പോലും ഇല്ലാതിരുന്ന വിശ്വാസം പ്രവാസിയായി ഈ കൊച്ചു പെൺകുട്ടിക്കുണ്ടായിരുന്നു. ദൈവത്തിലുള്ള തൻ്റെ ഉറച്ച വിശ്വാസത്തെ പ്രകടമാക്കുന്ന ഒരൊറ്റ വാചകമാണ് വേദപുസ്തകത്തിന്റെ താളുകളിൽ ഇടം പിടിക്കാനായിട്ട് അവളെ സഹായിച്ചത്. ദൈവത്തിൽ വിശ്വസിക്കുക എന്നാൽ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക എന്നാണ്. ഈ അറിവ് കൈമോശം വന്നു പോകാനിടയുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു ഈ പെൺകുട്ടി അപ്പോഴുണ്ടായിരുന്നത്. ദൈവം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വ്യക്തമാകുന്ന വെളിപ്പാടുകൾ ഇല്ലാത്ത ഒരു സമൂഹമായിരുന്നല്ലോ അരാമ്യർ. എബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യം ഇപ്രകാരമാണ്: എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. വിശ്വാസത്താലാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നത്. ദൈവത്തെ സമീപിക്കുന്ന ഒരു വ്യക്തി ദൈവമുണ്ട് എന്നും തന്നിൽ വിശ്വസിക്കുന്നവന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കേണ്ടതാണ്. മനുഷ്യന്റെ എന്തെങ്കിലും കഴിവുകൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാനാവില്ല എന്നും ദൈവം പറയുന്നു. ദൈവം പറയുന്നത് വിശ്വസിക്കുകയാണ് വേണ്ടതെന്നും ബൈബിൾ പഠിപ്പിക്കുന്നു. ദൈവത്തെക്കുറിച്ചും മനുഷ്യന് ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാം എന്നതിനെക്കുറിച്ചുമൊക്കെ വികലമായ കാഴ്ചപ്പാടുകളാണ് വെളിപ്പാടുകളില്ലാത്ത അരാമ്യർക്കുണ്ടായിരുന്നത്. ഇത്തരം ആശയങ്ങളിലേക്ക് വഴുതമാറാനുള്ള ഒരു സാഹചര്യം ഈ പെൺകുട്ടിക്കുണ്ടായിരുന്നുവെങ്കിലും അവൾ ജീവനുള്ള ദൈവത്തിലുള്ള വിശ്വാസം കൈവിട്ടില്ല. ദൈവം മനുഷ്യനിൽ പ്രസാദിക്കുന്നത് എങ്ങനെയെന്നുള്ളതിന് നയമാനുണ്ടായിരുന്ന 3 തെറ്റായ ധാരണകൾ ഈ 5-ാം അധ്യായത്തിൽ കാണുന്നു. 1. മനുഷ്യന്റെ സ്ഥാനമാനങ്ങൾക്കനുസരിച്ചാണ് ദൈവം പ്രവർത്തിക്കുന്നതെന്ന് നയമാൻ ചിന്തിച്ചു. 2. മനുഷ്യന്റെ ധനം ചിലവഴിക്കാനുള്ള ശേഷിക്കനുസരിച്ച് ദൈവം പ്രസാദിക്കുമെന്ന് താൻ ചിന്തിച്ചിരുന്നു. 3. ഓരോ രാജ്യങ്ങൾക്കും പ്രത്യേകം ദൈവമുണ്ടെന്നും
അതുകൊണ്ട് അതാത് ഭൂപ്രദേശത്തു നിന്നുകൊണ്ട് മാത്രമാണ് ആ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുക എന്നും താൻ ചിന്തിച്ചു. നയമാൻ വലിയൊരു ആളായതുകൊണ്ട് എലീശ പ്രവാചകൻ തന്റെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്ന് തന്റെ രോഗമുള്ള ഭാഗത്ത് കൈവീശി തന്നെ സുഖപ്പെടുത്തുമെന്നാണ് നയമാൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് യോർദാനിൽ മുങ്ങിയാൽ സൗഖ്യം വരുമെന്ന പ്രവാചകന്റെ വാക്കുകൾ വിശ്വസിക്കാൻ നയമാൻ തയ്യാറാകാതിരുന്നത്. ജോർദാനേക്കാൾ എത്രയോ നല്ല നദികൾ തന്റെ നാട്ടിലുണ്ട്, പിന്നെ എന്തിനു ഇവിടെ വന്ന് മുങ്ങണം? ഇതൊന്നും തന്റെ പദവിക്ക് ചേരുന്നതല്ല. തന്റെ പദവിക്ക് അനുസരിച്ച് പ്രവാചകൻ കാര്യങ്ങൾ ചെയ്യുമെന്ന് നയമാൻ കരുതി. ദൈവം മനുഷ്യനെ മുഖം നോക്കി പ്രവർത്തിക്കുന്നില്ല. വലിപ്പച്ചെറുപ്പം നോക്കി ദൈവം ആരിലും പ്രസാദിക്കുന്നുമില്ല. ദൈവത്തിന്റെ വാക്കുകൾ വിശ്വസിക്കാൻ തയ്യാറാകുന്നവരിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ഏലീശ പറഞ്ഞതുപോലെ 7 പ്രാവശ്യം മുങ്ങിയപ്പോഴാണ് നയമാന് സൗഖ്യമുണ്ടായത്. ഉയർന്ന നിലവാരത്തിലുള്ള ആളുകൾക്ക് മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയൂ എന്ന ചിന്ത പല വിജാതീയ സമൂഹങ്ങളിലും ഉണ്ടായിരുന്നു. ഇത്തരം ചിന്തകളാൽ സ്വാധീനിക്കപ്പെട്ടിരുന്നെങ്കിൽ തന്റെ അപ്പോഴത്തെ സ്ഥിതി വെച്ച് ഈ പെൺകുട്ടിക്ക് ദൈവത്തിൽ ആശ്രയിക്കുവാൻ സാധിക്കുകയില്ലായിരുന്നു. എന്നാൽ അരാമ്യരുടെ നാട്ടിൽ അടിമയായി ജീവിച്ചിട്ടും അവൾ യഥാർത്ഥ വിശ്വാസം കൈവിട്ടില്ല. പണം കൊണ്ട് ദൈവപ്രസാദം നേടാനാകുമെന്ന ചിന്തയാലായിരിക്കാം ഒരു പ്രതിഗ്രഹം കൈക്കൊള്ളണമേ എന്ന് നയമാൻ എലീശയോട് പറഞ്ഞത്. എലീശ അത് നിരസിച്ചതിലൂടെ ദൈവത്തെ അങ്ങനെ പ്രസാദിപ്പിക്കാനാവില്ല എന്ന് വ്യക്തമാവുകയാണ്. മാനവും ധനവും കൊണ്ടേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്നവരുടെ ഇടയിൽ വസിച്ചിട്ടും ഇതൊന്നുമില്ലാതിരുന്ന ഈ പെൺകുട്ടിക്ക് തൻ്റെ ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുവാൻ കഴിഞ്ഞിരുന്നു. ഇസ്രയേലിലല്ലാതെ ഭൂമിയിൽ എങ്ങും ഒരു ദൈവമില്ല എന്ന് തനിക്ക് സൗഖ്യം വന്നപ്പോൾ നയമാൻ മനസ്സിലാക്കി. പിന്നീട് ഇസ്രായേലിൽ നിന്ന് 2 കഴുതകൾക്ക് ചുമക്കാൻ കഴിയുന്നത്ര മണ്ണ് സിറിയയിലേക്ക് കൊണ്ടുപോയി. ആ മണ്ണിൽ യഹോവയ്ക്കൊരു യാഗപീഠം പണിത് ആരാധിക്കാൻ വേണ്ടിയായിരുന്നു. ഓരോ രാജ്യങ്ങൾക്കും പ്രത്യേക ദൈവമുണ്ടെന്നും ആ ഭൂപ്രദേശത്ത് നിന്നുകൊണ്ട് മാത്രമാണ് ആ ദൈവം പ്രവർത്തിക്കൂ എന്നും അരാമ്യർ വിശ്വസിച്ചിരുന്നു. ഇസ്രായേലിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് മാത്രമേ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ പ്രസാദിപ്പിക്കാൻ കഴിയൂ എന്ന ചിന്ത കൊണ്ടാണ് ഈ മണ്ണ് നയമാൻ സിറിയയിലേക്ക് കൊണ്ടുപോയത്. ഈ തെറ്റായ ചിന്താഗതിയും ഈ പെൺകുട്ടിയെ സ്വാധീനിച്ചില്ല. ഇത് വിശ്വസിക്കാത്തതുകൊണ്ടാണ് ഇസ്രായേലിന് വെളിയിൽ താമസിക്കുന്ന ഇവൾക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിഞ്ഞത്. അക്കാലത്ത് ഇസ്രായേൽ രാജാവിന് പോലും ഇല്ലാതിരുന്ന വിശ്വാസവും ദൈവാശ്രയവും ഈ പെൺകുട്ടിക്കുണ്ടായിരുന്നു. യഥാർത്ഥ വിശ്വാസം വികലമാക്കപ്പെടുവാൻ സാധ്യതയുള്ള ഒരു ചുറ്റുപാടിലായിരുന്നിട്ടും അവൾ തൻ്റെ ദൈവത്തിൽ ഉറച്ച വിശ്വാസമുള്ളവളായിരുന്നു. പ്രിയ സഹോദരിമാരെ, ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് വചനത്തിലൂടെയും പല അനുഭവങ്ങളിലൂടെയും നമുക്കറിയാം. എങ്കിലും തന്നിൽ ആശ്രയിച്ചാൽ ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഈ പെൺകുട്ടി നമുക്കൊരു വെല്ലുവിളിയാണ്. നമുക്ക് ഈ പെൺകുട്ടിയെപ്പോലെ ദൈവത്തിൽ ഉറച്ച വിശ്വാസമുള്ളവൾ ആയിരിക്കാം. ദൈവം അനുവദിച്ചാൽ ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ നിന്നും അനുകരണീയമായ മറ്റൊരു ഗുണം അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം. ദൈവനാമം മഹത്വപ്പെടട്ടെ.